ആയത്തുൽ കുർസി എല്ലാ ദിവസവും നീ പതിവാക്കാൻ തയ്യാറാണോ എങ്കിൽ ഹലാലായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം നിനക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ആയത്തുൽ കുർസിയുടെ മഹത്വത്തെക്കുറിച്ചാണ്. ധാരാളം മഹത്വങ്ങൾ പണ്ഡിതന്മാർ കിതാബുകളിലൂടെ വിശദീകരിച്ചത് കാണാൻ കഴിയും. ഒരു ചെറിയ ചരിത്രത്തിലൂടെ നിങ്ങളിലേക്ക് ഇതിൻ്റെ ഗുണം പറഞ്ഞറിയിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നും പതിവായി കാണാറുള്ള ഒരു സ്വഹാബിയെ കണ്ടപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അലാ തതസവ്വജ്, നിങ്ങൾ വിവാഹം കഴിക്കുന്നില്ലേ? ആ സ്വഹാബി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാനൊന്ന് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ പോരെ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബല, മതി. അങ്ങനെ ആ സ്വഹാബി, അന്ന് മുത്തുനബിയും സ്വഹാബിയും പിരിഞ്ഞു. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ആ സ്വഹാബിയെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ്. അപ്പോഴും മുത്തുനബി വീണ്ടും ചോദിക്കുന്നു ആ സ്വഹാബിയോട്, അലാ തതസവ്വജ്, നിങ്ങൾ വിവാഹം കഴിക്കുന്നില്ലേ? ആ സ്വഹാബി അവിടുന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മറുപടി പറഞ്ഞത്, അന്ന കമാ തഅലമു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ അവസ്ഥ തങ്ങൾക്ക് അറിയുകയില്ലേ? എൻ്റെ അവസ്ഥയെല്ലാം തങ്ങൾക്ക് അറിയുമല്ലോ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സ്വഹാബി മറുപടി പറയുകയാണ്. ലാ അർളിനി വലാ ബൈത്തി വലാ മാലി, നബിയെ, എൻ്റെ എല്ലാ അവസ്ഥകളും നിങ്ങൾക്കറിയാം. എനിക്ക് വീടില്ല, എനിക്ക് സ്ഥലമില്ല, എനിക്ക് സമ്പത്തില്ല, ഇതൊന്നുമില്ലാത്ത ഞാൻ എങ്ങനെ വിവാഹം കഴിക്കാനാണ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സ്വഹാബി അവിടുന്ന് മറുപടി പറഞ്ഞു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് ചോദിക്കുന്ന ചോദ്യം അത് നമ്മോടും കൂടി ചോദിക്കുന്ന ഒരു ചോദ്യം പോലെയാണ്. മുത്തുനബി ചോദിക്കുന്നത്, ഹൽ മഅക ആയത്തുൽ കുർസി, നിൻ്റെ അടുക്കൽ, നിൻ്റെ കൂടെ ആയത്തുൽ കുർസി ഇല്ലേ? മുത്തുനബിയുടെ ചോദ്യം അതാണ്. നിൻ്റെ കൂടെ ആയത്തുൽ കുർസി ഇല്ലേ എന്ന് പറഞ്ഞാൽ ആയത്തുൽ കുർസി നീ മനഃപ്പാഠമാക്കിയിട്ടില്ലേ, അത് നിനക്ക് ഓതാൻ അറിയില്ലേ എന്ന നിലക്കുള്ള ചോദ്യമാണ്. ആ സ്വഹാബി പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ കൂടെയുണ്ട്, എനിക്കറിയാം. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, ഫല്യതസവ്വജ്, എന്നാൽ നിങ്ങൾ വിവാഹം കഴിച്ചു കൊള്ളുക. ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന പാഠം, ആയത്തുൽ കുർസിയെ നമ്മുടെ കൂടെയുണ്ടോ? ആയത്തുൽ കുർസിയെ നാം പതിവാക്കുന്നവരാണോ? എന്നാൽ നമുക്ക് എല്ലാ മേഖലകളിലും നമുക്ക് വിജയിക്കാൻ കഴിയും. നമുക്ക് ഭൂമി വേണോ, സമ്പത്ത് വേണോ, വീട് വേണോ, നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഹലാലായ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണ് ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസിക്ക് ധാരാളം മഹത്വങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഒരുപാട് വിശദീകരണങ്ങൾ പല വീഡിയോകളിലായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോക്ക് ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.